യുവനടി രേവതി സമ്പത്ത് നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. അത് വലിയ വിവാദമായി മാറുകയും സിദ്ദിഖിന് AMMAയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയുമൊക്കെയാണ്. എന്നാൽ ഇത്തരമൊരു റേപ്പ് കേസ് അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഇതുപോലൊരു വലിയ കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ റേപ്പ് കേസ് നൽകിയിരിക്കുന്നത് ജീൻ കറോൾ എന്നറിയപ്പെടുന്ന പ്രമുഖ കോളമിനിസ്റ്റും എഴുത്തുകാരിയുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തിൽ കോടതി വിധിയുണ്ടായത് കഴിഞ്ഞ ജനുവരിയിലാണ്. ആ രണ്ട് കോടതികൾ, മൻഹാട്ടനിലെയും ന്യൂയോർക്കിലെയും രണ്ട് കോടതികൾ 712 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചിരിക്കുന്നത്. ആ തുക മുഴുവൻ ഇപ്പോൾ ഉടനെ കിട്ടുമോ, അല്ലെങ്കിൽ ആ തുക അത്രയും കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല. സുദീർഘമായ നീതിന്യായ വ്യവഹാരത്തിലൂടെ കടന്നു പോയതിന് ശേഷമേ ഇതിനകത്ത് അന്തിമ തീർപ്പുണ്ടാകുകയുള്ളൂ എന്നത് വാസ്തവമാണ്. പക്ഷെങ്കിൽ 712 കോടി രൂപ നഷ്ടപരിഹാരമായി വിധിച്ചു എന്നത് സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്. മാനഭംഗത്തേക്കാൾ മാനനഷ്ടത്തിനാണ് അമേരിക്കൻ കോടതികൾ പ്രാമുഖ്യം നൽകിയത്. ന്യൂയോർക്ക് കോടതി 670 കോടി രൂപ വിധിച്ചതിൽ അതിനെ ഒരു 3-4 ഭാഗമായിട്ടാണ് വിധിച്ചത്. അതിലേറ്റവും കൂടുതൽ തുക അനുവദിച്ചത് തന്നെ മാനനഷ്ടത്തിനാണ്. അമേരിക്കയിലെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയിലൊക്കെ കൈകടത്തുന്നവർക്ക് കോടതി നൽകുന്ന ഒരു കനത്ത പ്രഹരമായിട്ടാണ് ഇവിടെയുള്ളവർ അതിനെ കാണുന്നത്. രേവതി സമ്പത്തിന് അമേരിക്കയിലാണെങ്കിൽ 712 കോടി രൂപയെങ്കിലും കിട്ടുമായിരുന്നിരിക്കാം. 1996 ന്യൂയോർക്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കർമ്മഭൂമിയാണിവിടെ. അവിടെ ഒരു കടയിൽ തുണി മേടിക്കാൻ എത്തിയതായിരുന്നു കറോൾ. ട്രംപ് അവിടെ വെച്ച് കറോളിനെ ആകസ്മികമായി കാണുകയായിരുന്നു. ഏറെ പ്രശസ്തിയായ അവരെ കണ്ടുമുട്ടിയതിലുള്ള സന്തോഷവും ആഹ്ലാദവും ഒക്കെ പങ്കുവെച്ച് അവരുമായി സൗഹൃദം സ്ഥാപിച്ച ട്രംപ് തൻ്റെ ഒരു സുഹൃത്തിന്, ഒരു പെൺസുഹൃത്തിന് കുറച്ച് വസ്ത്രമെടുക്കാൻ വന്നതാണെന്നും ആ വസ്ത്രം സെലക്ട് ചെയ്യാൻ ഒന്ന് സഹായിക്കാമോ എന്ന് കറോളിനോട് ചോദിക്കുകയും ചെയ്തു. കറോൾ അത് സമ്മതിക്കുകയും രണ്ടുപേരും കൂടി ഒരു കടയിൽ പോയി. ട്രംപ് അവിടെ വെച്ച് കുറച്ച് അടിവസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഈ അടിവസ്ത്രങ്ങളൊന്ന് ധരിച്ചു കാണിക്കാമോ എന്നാണ് കറോളിനോട് ചോദിച്ചത്. അവർ അതിന് വിസമ്മതിച്ച ഉടനെ ട്രംപ് അവരെ നിർബന്ധപൂർവം ഡ്രസ്സിംഗ് റൂമിലേക്ക് വലിച്ചു കയറ്റി മാനഭംഗപ്പെടുത്തി എന്നാണ് കേസ്. ഇക്കാര്യം എങ്ങനെയോ പുറത്തു അറിയുകയും ചെയ്തു. പിന്നീട് നരക തുല്യമായ ജീവിതമായിരുന്നു തൻ്റേതെന്ന് കറോൾ പറയുന്നു. അവരെ ആ വാരികയിൽ നിന്ന് പിരിച്ചുവിട്ടു. പൊതുജനമധ്യത്തിൽ അവർക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. പിന്നീട് കറോൾ തന്നെ ഒരു പുസ്തകം എഴുതി അതിനകത്ത് ഇക്കാര്യം പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പുസ്തകം കൂടി പുറത്ത് വന്നതോടുകൂടി ട്രംപിൻ്റെ ആക്രമണം 10 മടങ്ങായി. അദ്ദേഹം കറോളിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും തൻ്റെ അനുയായികളെ കൊണ്ട് അവർക്കെതിരെ പ്രചാരണം നടത്തുകയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് സഹികെട്ടതിന് ശേഷമാണ് കറോൾ കോടതിയിലേക്ക് പോകുന്നത്. 2 കോടതികളിലാണ് അവർ കേസ് കൊടുത്തത്. യഥാർത്ഥത്തിൽ മാനഭംഗത്തിന് നൽകിയ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ അവർക്ക് കോടതി വില കൽപ്പിച്ചത് അവരുടെ സ്വകാര്യതയിലും അവരുടെ ആഭിജാത്യത്തിലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ തുക കോടതി നഷ്ടപരിഹാരമായി വിധിച്ചത്. അമേരിക്കയിൽ ലൈംഗിക കാര്യങ്ങളിലൊക്കെ കുറച്ച് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ആരെങ്കിലും കൈകടത്തിയാൽ ആ കൈകളെ ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ ഇവിടുത്തെ നിയമ സംവിധാനം നേരിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോമി ഡാനിയേൽസ്
എന്ന ഒരു പോൺനടി നൽകിയ മാനഭംഗ കേസും ട്രംപിനെതിരെ കോടതിയിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ട്രംപ് ശ്രമിച്ചതുമാണ്. പക്ഷേ പിന്നീട് അതൊരു വിവാദവും കേസുമായി രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്തത്. കാലിഫോർണിയയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം. അന്ന് തന്നെ ട്രംപ് മാനഭംഗപ്പെടുത്തി എന്നാണ് ഈ പോൺ നടിയുടെ പരാതി. അവർക്ക് ഏതാണ്ട് 1 കോടിയിലധികം രൂപ നൽകിയാണ് ഈ കേസ് ട്രംപ് ഒത്തുതീർപ്പാക്കിയത്. പക്ഷേ അതിൽ 2 പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, ഇത്രയും പ്രമാദമായ ഒരു കേസ് പണം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. 2, ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്നാണ് ഈ പണം വിനിയോഗിച്ചത്. ഇത് രണ്ടും നിയമപരമായ കുറ്റമാണ് എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. എന്തായാലും ഇത് കൂടാതെ തന്നെ 10-30 യുവതികൾ ട്രംപിനെതിരെ നൽകിയ കേസുകൾ വേറെയുമുണ്ട്. ഈ കേസുകളും നൂലാമാലകളും എല്ലാം നിലനിൽക്കെയാണ് ട്രംപ് ഇപ്പോഴും അമേരിക്കയുടെ ഒരു 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 താരപരിവേഷം കൈവരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൽ വലിയ വിഭാഗം ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വെള്ളക്കാർക്ക് വലിയ വിശ്വാസം തന്നെയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കും എന്ന് കരുതിയതുമാണ്. അതിൻ്റെ പ്രധാന കാരണം നിലവിലുള്ള ജോ ബൈഡൻ്റെ ഭരണത്തിൻ്റെ പരാജയങ്ങൾ തന്നെയാണ്. രൂക്ഷമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കുടിയേറ്റം, അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള അമേരിക്കയുടെ ശക്തിക്ഷയം, അങ്ങനെ നിരവധിയായ കാരണങ്ങളാൽ ഇതൊരു ഉറക്കം തൂങ്ങിയ സർക്കാരാണ് എന്ന് പൊതുവെ ഒരു പ്രതിച്ഛായയാണ് ജോ ബൈഡനും ആ ഗവൺമെൻറ്റിനും ഉള്ളത്. അപ്പോഴാണ് നേർക്ക് നേരെ നിന്ന് ഒരു മാടമ്പിയെപ്പോലെ, അല്ലെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരിയെപ്പോലെ, ശക്തനായ ഒരു നേതാവിനെ പോലെ ട്രംപ് രംഗത്ത് വരുന്നത്. അത് അദ്ദേഹത്തിന് വിമർശനങ്ങൾക്കൊപ്പം വലിയ ആരാധക വൃന്ദത്തെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ ലൈംഗിക അതിക്രമ കേസുകൾ കൂടാതെ ട്രംപിനെതിരെ ധാരാളം യുവതികൾ നൽകിയ പരാതികളും ഇപ്പോൾ കോടതിയിലും മറ്റുമായി വിവിധ സ്ഥലങ്ങളിൽ പരിഗണനയിലാണ്. ഇതോടൊപ്പമാണ് 4 സുപ്രധാന ക്രിമിനൽ കേസുകളുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വൈറ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം സ്ഥാനമൊഴിയുന്ന സമയത്ത് ഫ്ലോറിഡയിലുള്ള തൻ്റെ ഹോട്ടലിലേക്ക് രഹസ്യരേഖകൾ, അമേരിക്കയെ സംബന്ധിക്കുന്ന സുപ്രധാനമായ രഹസ്യരേഖകൾ നിയമവിധേയമല്ലാത്ത രീതിയിൽ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ആ ഹോട്ടലിൻ്റെ ബാത്റൂമിൽ നിന്നും മറ്റും ഈ രേഖകൾ പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തു. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. അത് ഒരു ക്രിമിനൽ കുറ്റമായി ഇപ്പോൾ കോടതിയുടെ മുമ്പാകെയുണ്ട്. മറ്റൊന്നാണ് 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപ് അനുകൂലികൾ കലാപം നടത്തി എന്നത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താനാണ് ജയിച്ചത് എന്നാണ് ട്രംപ് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജോ ബൈഡൻ്റെ വിജയം ഒരു അറേഞ്ച്ഡ്, ഒരു തട്ടിക്കൂട്ട് വിജയമായിരുന്നുവെന്നും യഥാർത്ഥ ജനവിധി തനിക്കനുകൂലമായിരുന്നുവെന്നും ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹം പ്രചാരണ യോഗങ്ങളിലെല്ലാം ഇപ്പോഴും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സുപ്രധാന കേസുകളിൽ നീതിന്യായ വ്യവസ്ഥയെ തടയാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലും കേസുകളുണ്ട്. ഇങ്ങനെ നിരവധി കേസുകളുടെ നൂലാമാലകളിൽ പെട്ടുകിടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് ഡെമോക്രാറ്റ് പാർട്ടി ആസൂത്രിതമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ഈ നിയമപ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, ഇതൊക്കെ
ട്രംപിനെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം.